പ്രിയപ്പെട്ടവരെ, ഗ്രാസിയ ഇൻ്റർനാഷണൽ ആർട്സ് അക്കാഡമിയുടെ പുതിയ ഒരു സംരംഭവുമായിട്ടാണ് ഞാനും ബഹുമാനായ അനിൽ സ്വാമിയും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് അക്കാഡമിയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി അഭിനയ പരിശീലന പഠന ശിബിരം നടക്കുകയുണ്ടായി. പ്രശസ്ത സിനിമാ താരങ്ങളായ ഷുക്കൂർ വക്കീൽ എന്ന ബഹുമാനായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ കാഞ്ഞങ്ങാട്, അതോടൊപ്പം തന്നെ നാടകാചാര്യൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് പേരാമ്പ്ര എന്നീ അഭിനേതാക്കളുടെയും അതുപോലെ കലയുടെ പയ്യന്നൂർ തുരീയം സംഗീതോത്സവ സംഘാടകനുമായ വലിയ കലാകാരനുമായ കൃഷ്ണാനന്ദ ഭാരതി സ്വാമികളുടെ സാന്നിധ്യത്താൽ ഇന്ന് ഈ ദിവസം അനുഗ്രഹീതമായിരിക്കുകയാണ്. അതുപോലെ തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ മാത്യുവച്ചൻ, സേവറച്ചൻ തുടങ്ങിയ വൈദിക പ്രമുഖന്മാരുടെ സാന്നിധ്യം, അതുപോലെ സമൂഹത്തിലെ സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, കലാമേഖലകളിലുള്ള നിരവധി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇന്ന് ഈ വേദിയെ അലങ്കരിക്കുകയുണ്ടായി. ഈ ഒരു പഠന സിനിമ സംവിധാനം അല്ലെങ്കിൽ സിനിമ അഭിനയം, അതിന്റെ ഒരു പരിശീലന പഠന ശിബിരം സ്വാമി വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. കുട്ടികൾ വളരെ പ്രത്യേകിച്ചും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തലമുറയിലുള്ള കൊച്ചുകുട്ടികളെ നമുക്ക് അവരുടെ അഭിനയ ചാതുര്യം ഒന്ന് വെളിവാക്കത്തക്ക രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടൊരു സിനിമ എടുക്കാനായിട്ടുള്ള ഉദ്ദേശം ഞങ്ങൾക്കുള്ളതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു കുട്ടികൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്തു. നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. കുട്ടികൾ വളരെ അവര് റെസ്റ്റ്ലെസ് ആകാതിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവരൊക്കെ എല്ലാം മറന്നു അല്ലേ അതിന്റെ പണ്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. അതെ, ക്ലാസ്സും വളരെ സയന്റിഫിക് ആയിരുന്നു, അതുപോലെ തന്നെ വളരെ പ്രാക്ടിക്കൽ ആയിരുന്നു, വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു, വളരെ എനർജറ്റിക് ആയിരുന്നു. ഫീഡ്ബാക്ക് എങ്ങനെയാണ്? വളരെ നല്ല ക്ലാസ്സാണ് സ്വാമിജി ഗ്രാസിയയ്ക്ക് വേണ്ടി നൽകിയത്. അപ്പോൾ നമ്മുടെ ഗ്രാസിയ അക്കാഡമി സ്ഥാപിതമായത് 3 വർഷം മുമ്പാണ്. പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. തലശ്ശേരി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന്റെ അധ്യക്ഷതയിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ കാസർഗോഡിന്റെ ആദരണീയനായ MP രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ അന്ന് സന്നിഹിതനായിരുന്നു. നമ്മുടെ കാസർഗോഡിന്റെ കളക്ടർ ഇമ്പശേഖർ സാറിന് വിവരങ്ങളൊക്കെ ഞാൻ കളക്ടറേറ്റിൽ പോയി അറിയിച്ചിരുന്നു. സാറും വളരെ സന്തോഷവാനാണ് ഈ കാര്യങ്ങളെക്കുറിച്ച്. നമ്മുടെ ജില്ലയിലെ 300ഓളം കുട്ടികൾക്ക് കലാപരിശീലനം നൽകി നമ്മുടെ അക്കാഡമി. നമ്മുടെ അക്കാഡമിയുടെ ഒരു പ്രത്യേകത, കലാഭിരുചിയുള്ള ആർക്കും അക്കാഡമിയിലേക്ക് വരാനുള്ളതാണ്. ഗ്രാസിയ ഈസ് എ റെയർ ആൻഡ് യൂണീക്ക് ഫാമിലി ഓഫ് ആർട്ടിസ്റ്റ് എന്നാണ് പറയുന്നത്. എല്ലാ കലാകാരന്മാരും അതിന്റെ ഒരു കാര്യം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ മനസ്സിലായി. ഈ വിവിധ മേഖലകളിലുള്ള അധികം വരുമാനമില്ലാത്ത പേരൻസിന്റെ കുട്ടികൾക്കും ഇവിടെ വന്ന് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം അത് ഒരുക്കി കൊടുക്കുന്നതിന്റെ ഒരു കൃതാർത്ഥതയുണ്ട്. നിർദ്ദിഷ്ട ഫീസ് നമ്മൾ വാങ്ങിക്കാറില്ല ആരോടും. മറിച്ച് നമ്മൾ സമൂഹത്തിൽ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം സമ്പന്നരായ നല്ല വ്യക്തികളുണ്ട്. വ്യാപാരികൾ, വ്യവസായികൾ, സിനിമ, സംഗീത രംഗത്തുള്ള കലാകാരന്മാർ, ഒന്നുമില്ലായ്മയിൽ നിന്ന് കലയിലൂടെ ഉയർന്നു വന്നവർ, അവർക്കൊക്കെ കലയുടെ പ്രാധാന്യം അറിയാം. അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ അക്കാഡമി. കലയെന്ന് പറയുമ്പോൾ പിന്നെ ഒരു വിവേചനമില്ലല്ലോ. ജാതിയോ മതമോ ബന്ധുത്വം രാഷ്ട്രീയം ഒന്നും അതിനകത്തൊരു വിഷയമല്ല. രാജ്യങ്ങളുടെ മറ്റേ അതിർവരങ്ങളെ പോലും എങ്ങനെ നമ്മൾ തരണം ചെയ്ത് പോകുന്നതാണ് കലയെന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകരോട് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ 2ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ വെക്കുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല ചലച്ചിത്രം. സ്വാമി ഒരു നല്ല ഡയറക്ടറാണ്, നമുക്കറിയാം. സ്വാമിയെ പരിചയമില്ലാത്തവരില്ല കേരളത്തിൽ. അപ്പോൾ സ്വാമിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ഫിലിം നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പല രീതിയിൽ സഹകരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് നല്ല ലൊക്കേഷൻസ് അറിയിക്കാൻ സാധിക്കും. അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാമി നല്ലൊരു കഥയാണ്, നല്ലൊരു കഥാതത്വമാണ് എന്നോട് പങ്കുവെച്ചത്. അതായത് ഒരു വിദ്യാലയത്തിന്റെ പശ്ചാത്തലത്തിൽ 4 കുട്ടികളുടെ കഥയാണ്. മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണ്. അതിൽ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പ്രണയബന്ധങ്ങളിലേക്ക് പോകുന്നു. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ദിശാബോധം ഈ കഥാപാത്രത്തിലൂടെ സ്വാമി അവതരിപ്പിക്കുന്നുണ്ട്. സൗന്ദര്യമുള്ളവരെല്ലാം എന്നുള്ള ഒരു സ്വാഭാവിക തത്വത്തെ തന്റെ സ്വതസിദ്ധമായ രചനയിലൂടെ സ്വാമിജി അതിനെ വളരെ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് ആ ചിത്രത്തിന്റെ. സ്റ്റുഡൻസ് പോലീസിംഗ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച്, കുട്ടികൾക്കുള്ള കൗൺസിലിങ്ങിനെ കുറിച്ച് ഒക്കെ നമ്മൾ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ സംഗീതമാണ് ഇതിന്റെ ഒരു ബേസ്. അതും അതിനകത്തൊരു എന്താണ് പ്രേമസംഗീതം എന്ന് പറഞ്ഞാൽ ഉള്ളൂരിന്റെ ഒരു കവിതയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് അതിലൊരു വളരെ
പ്രാധാന്യം അപ്പോൾ ഉണ്ടാവും. നമ്മള് കാലാതീതവും അല്ലെങ്കിൽ മറ്റേ ദേശാതീതമായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടാവട്ടെ എന്നുള്ള പ്രത്യേകിച്ച് നമുക്കുണ്ട്. ഈ കാലഘട്ടത്തില് മനുഷ്യരെല്ലാവരും വളരെ സ്ട്രെസ്ഡാണ്. ഇങ്ങനെ സ്ട്രെസ്ഡായിരിക്കുന്ന ആളുകൾക്ക് ഒരു അല്പം മാനസിക ഉന്മേഷം, ഉല്ലാസം നൽകുന്നതോടെയാണ് ഗ്രാസ്യ അക്കാദമിയുടെ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, കലാകാരന്മാർക്ക് കൗൺസിലിംഗ് സെന്റർ വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ കുട്ടികളല്ലാതെ വലിയവർക്ക് ഇതേ ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനും കഴിയും. വലിയവർക്ക് വേണ്ടി ഉടൻ തന്നെ നമുക്കൊരു അഭിനയത്തിന്റെ പരിശീലനം, പഠനം, സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ. സ്വാമിജിയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഗ്രാസ്യയിലേക്ക് വന്നപ്പോൾ? നമ്മുടെ സമയത്തിന്റെ കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു. നമ്മളതിനെ മാനേജ് ചെയ്ത് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ കുട്ടികളിലേക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും സാംസ്കാരിക സമ്മേളനം ആകുമ്പോൾ അതിനനുസരിച്ച് വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ അവരെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അതെ, എന്തായാലും തന്നെയും കിട്ടിയ സമയത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നല്. ഒരു സിനിമയാകുമ്പോൾ സർവ്വകലകളുടെയും ഒരു സമയമുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് നമുക്ക് ഓൺഗോയിങ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോ ഓക്കെ, നിങ്ങളുടെ ചാനലിനും പ്രത്യേകം നന്ദി. ചാനൽ ഒരുപാട് വളരെ ക്രോ മീഡിയ എനിക്ക് നമ്മള് മുമ്പും ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടും കൂടെ എല്ലാവരും ആയിക്കോട്ടെ. ഇരിക്കുന്ന സാമീതിയിലാണ് വന്നത്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് കണ്ണൂര് ഞാൻ വന്നപ്പോഴത്തേക്ക് മറ്റേ പുല്ലുപാറ എന്നുള്ള സ്ഥലത്ത് വെച്ചുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. സന്തോഷം. താങ്ക് യു. താങ്ക് യു.